കഴുതയും കാളയും ഒരേ കൃഷിക്കാരൻ വളർത്തുന്ന രണ്ട് മൃഗങ്ങളായിരുന്നു. ഒരേ തൊഴുത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഒരേപോലെയായിരുന്നു രണ്ടു പേർക്കും കൃഷിക്കാരൻ പുല്ലും വെള്ളവും നൽകിയിരുന്നത്. എന്നാൽ രണ്ടു പേരുടെയും തൊഴിലുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു താനും. കുറച്ച് കൃഷി ആയുധങ്ങളും വിത്തുമൊക്കെയായി കഴുത കൃഷിസ്ഥലത്തെത്തും. അവിടെ നിന്നും വിളവെടുത്ത കുറച്ച് പച്ചക്കറികളുമായി തിരിച്ച് വീട്ടിലെത്തും. അത് കഴിഞ്ഞാൽ കഴുതയ്ക്ക് വിശ്രമമാണ്. എന്നാൽ കാളയാകട്ടെ പകലന്തിയോളം പാടശേഖരങ്ങളിൽ പണിയെടുക്കും. പണിയെടുത്ത് ക്ഷീണിതനായി വൈകിട്ട് തിരികെ തൊഴുത്തിലെത്തുമ്പോൾ അവിടെ സുഖമായി വിശ്രമിക്കുന്ന കഴുതയാണ് കാള കാണുന്നത്. ഒരിക്കൽ തൻ്റെ ഈ സങ്കടം കാള കഴുതയോട് പറഞ്ഞു. അപ്പോൾ കഴുത പറഞ്ഞു, ഒരാശയമുണ്ട്. നാളെ കൃഷിക്കാരൻ നിന്നെ പണിക്ക് വിളിക്കാൻ വരുമ്പോൾ രോഗം അഭിനയിച്ച് ക്ഷീണിച്ച് കിടന്നാൽ മതി. അതൊന്ന് പരീക്ഷിക്കാമെന്ന് കാളയ്ക്കും തോന്നി. അങ്ങനെ പിറ്റേന്ന് കൃഷിക്കാരൻ കാളയെ കൂട്ടാൻ എത്തിയപ്പോൾ രോഗം അഭിനയിച്ച് ക്ഷീണിതനായി കാള കടന്നു. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, ഓ, ഇന്ന് നിനക്ക് വയ്യേ, എങ്കിൽ നീ വിശ്രമിച്ചോളൂ. കൃഷിക്കാരൻ തിരികെ പോയി. തൻ്റെ ആശയം ഫലിച്ചു എന്നുള്ളതിൽ കാളയ്ക്ക് സന്തോഷം തോന്നി. അങ്ങനെ പിറ്റേ ദിവസവും അതേ ആശയം തന്നെ ആവർത്തിച്ചു. കുറച്ച് ദിവസങ്ങൾ ഇതേ രീതിയിൽ വിശ്രമിച്ച് സുഖിച്ചപ്പോൾ കൃഷിക്കാരൻ മറ്റൊരാളുമായി വന്നു. കാളയുടെ കയറഴിച്ച് അയാളുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ കാള അയാളോടൊപ്പം നടക്കാൻ തുടങ്ങി. കൃഷിസ്ഥലങ്ങളെല്ലാം കടന്ന് അപരിചിതമായ മറ്റൊരു സ്ഥലത്തെത്തിയപ്പോൾ കാളയ്ക്ക് അല്പം ആശങ്ക തോന്നി. കാരണം ചോരയുടെ മണവും മറ്റു കാളകളുടെ അവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുന്നു. ഒരു കശാപ്പ് ശാലയിലാണ് താൻ എത്തിയത് എന്നുള്ള യാഥാർത്ഥ്യം കാളയ്ക്ക് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കാതിരിക്കുക, അതിലൂടെ ആ അധ്വാനത്തിലൂടെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുക. അല്ലാത്ത പക്ഷം പരാജയമാണ് ഫലം എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. നന്ദി.